തീവ്രവേദനയോടെയുള്ള അർത്ഥനകൾ, പിടി അനുഭവിക്കുന്ന ഈശോയോടുള്ള പരിഹാര പ്രാർത്ഥനകൾ. കർത്താവായ യേശുവേ, ചരിത്രത്തിലുടനീളം അങ്ങ് ഞങ്ങളെ സർവശക്തനായ പിതാവിലേക്ക് തിരികെ നയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അതിയായ നന്ദിയുള്ളവരാണ്. അങ്ങയുടെ സ്നേഹത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഹൃദയം നിറഞ്ഞ വേദനയോടെ ഞങ്ങൾ ഞങ്ങളുടെ ബലഹീനതകളും പാപങ്ങളും ഈ തിരികെ നയിക്കലിൽ അങ്ങേക്കുണ്ടാകുന്ന എല്ലാ സഹനങ്ങളും ഓർമ്മിക്കുന്നു. അത് ഞങ്ങൾക്ക് കുറയ്ക്കാനാവുമോ? ഞങ്ങളുടെ ജീവിതത്തിലൂടെ അത് ചെയ്യുവാനായി ഞങ്ങളെ സഹായിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ആഗ്രഹിക്കുന്നെങ്കിൽ അതിനാവശ്യമുള്ളതെല്ലാം ഇനി മുതൽ ഞങ്ങൾ ചെയ്യുന്നതാണ്. അങ്ങിത് ആഗ്രഹിക്കുന്നതിലൂടെ ഞങ്ങളോട് കൂടുതൽ സ്നേഹം കാണിക്കണമേ. പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ പിതാവിനോടൊപ്പം നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഏകദൈവമായ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. നിത്യപിതാവേ, എൻ്റെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനായ ഈശോ മിശിഹായുടെ സകല തിരുമുറിവുകളും അവിടുത്തെ തിരുഹൃദയത്തിൻ്റെ വേദനകളും പീഡകളും എല്ലാ തിരുമുറിവുകളിൽ നിന്നും ഒഴുകിയ ഏറ്റവും വിലയേറിയ അവിടുത്തെ തിരുരക്തവും ഞാൻ സമർപ്പിക്കുന്നു. ആമീൻ. നിത്യപിതാവേ, എൻ്റെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനായ ഈശോ മിശിഹായുടെ സകല തിരുമുറിവുകളും അവിടുത്തെ തിരുഹൃദയത്തിൻ്റെ വേദനകളും പീഡകളും എല്ലാ തിരുമുറിവുകളിൽ നിന്നും ഒഴുകിയ ഏറ്റവും വിലയേറിയ അവിടുത്തെ തിരുരക്തവും ഞാൻ സമർപ്പിക്കുന്നു. ആമീൻ. നിത്യപിതാവേ, എൻ്റെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനായ ഈശോ മിശിഹായുടെ സകല തിരുമുറിവുകളും അവിടുത്തെ തിരുഹൃദയത്തിൻ്റെ വേദനകളും പീഡകളും എല്ലാ തിരുമുറിവുകളിൽ നിന്നും ഒഴുകിയ ഏറ്റവും വിലയേറിയ അവിടുത്തെ തിരുരക്തവും ഞാൻ സമർപ്പിക്കുന്നു. ആമീൻ. വിശ്വാസപ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു, പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. തീവ്രവേദനയോടുള്ള ഒന്നാമത്തെ അർത്ഥന. എൻ്റെ മകനേ, നീ എവിടെയാണ്? നിന്റെ ഗുരു നിന്നെ നോക്കി നടക്കുകയാണ്. എന്നിലേക്ക് വരിക. കൂടുതൽ അടുത്തു വന്ന് എൻ്റെ ഹൃദയഭേദകമായ അർത്ഥന കേൾക്കുക. എൻ്റെ മകനേ, ഒരിക്കൽ ഒരിടത്ത് ധാരാളം ആടുകളുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ അവയെ നന്നായി പരിപാലിക്കുകയും മേയ്ക്കുകയും ചെയ്തിരുന്നു. അവയ്ക്ക് ദാഹിച്ചപ്പോഴൊക്കെ അവയുടെ ദാഹം ശമിപ്പിക്കുന്നതിനായി അവൻ ജലമൊഴുകുന്ന ഒരരുവിയുടെ അടുക്കിലേക്ക് അവയെ നയിച്ചു. അവരെ വിശക്കുവാൻ അവൻ അനുവദിച്ചില്ല. അവൻ മനോഹരമായ ഒരു പച്ചപ്പുൽത്തകിടിയിലേക്ക് അവയെ നയിച്ചു. അവ ഭക്ഷണം കഴിച്ച് മേധസ്സും ശക്തിയുമുള്ളവരായി വളർന്നു. ചെന്നായ്ക്കളെത്തി ആട്ടിൻകൂട്ടത്തെ മുറിപ്പെടുത്താതിരിക്കാനായി അവൻ മേച്ചിൽ സ്ഥലം വേലി കെട്ടി സംരക്ഷിച്ചു. ഒരു ദിവസം ആടുകളെല്ലാം കൂടി വിപ്ലവത്തിന് പദ്ധതിയിടുകയും ബലം പ്രയോഗിച്ച് വേലി കടന്ന് വനത്തിലെത്തിച്ചേരുകയും ചെയ്തു. അവിടെ വച്ച് വന്യമൃഗങ്ങൾ അവയെ പിടികൂടി. അവ പ്രത്യാശയില്ലാത്ത അടിമകളെ പോലെയായിരുന്നു. അവരുടെ ശരീരവും രക്തവും ഉത്സവങ്ങൾക്കും അവരുടെ ദേവന്മാർക്കർപ്പിക്കുന്ന മൃഗബലികൾക്കും ഉപയോഗിക്കപ്പെട്ടു. എന്നിരുന്നാലും ആ മനുഷ്യൻ തൻ്റെ ആടുകളെ മറന്നില്ല. അവൻ തൻ്റെ എല്ലാ സേവകരെയും അയച്ചെങ്കിലും അവരെല്ലാം കൊല്ലപ്പെട്ടു. അവസാനം അവൻ തൻ്റെ പുത്രനെ അയക്കുകയും അവൻ ആത്യന്തികമായി യുദ്ധം ജയിക്കുകയും ചെയ്തു. മനുഷ്യപുത്രൻ ഒരു ഇടയനെ പോലെ രാവും പകലും മരുഭൂമിയിലൂടെ ആട്ടിൻകൂട്ടത്തെ നയിച്ചു. വഴിയിൽ വച്ച് അവർ അതിജീവിക്കാനാവാത്ത നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. അവർ മനുഷ്യപുത്രനോട് പരാതി പറയുകയും എല്ലാവിധ ക്രൂരമായ വാക്കുകളും അവനെതിരെ ഉച്ചരിക്കുകയും ചെയ്തു. അവസാനം അവർ അവനെ വധിച്ചു. മകനേ, തൻ്റെ പുത്രൻ്റെ മരണത്തെക്കുറിച്ച് പിതാവ് കേൾക്കുമ്പോൾ
അവിടുന്ന് എന്താകും ചെയ്യുക എന്നാണ് നീ കരുതുന്നത്? എൻ്റെ മകനേ, നീയും നിന്റെ ജനവുമാണ് ആട്ടിൻകൂട്ടം. ഈ ഭീകര മരുഭൂമിയിൽ ജീവിക്കുന്ന തൻ്റെ ജനത്തിനു വേണ്ടി അനേകം പ്രവാചകന്മാരെ അയച്ച എൻ്റെ പിതാവാണ് ആട്ടിൻകൂട്ടത്തിൻ്റെ ഉടമസ്ഥൻ. നിങ്ങൾ പീഡിപ്പിക്കുകയും വധിക്കുകയും ചെയ്ത പുത്രൻ ഞാനാണ്. ഞാൻ നിങ്ങളോട് എന്താണ് ചെയ്തത്? നിങ്ങളുടെ എല്ലാ പാപപ്രവൃത്തികളെയും മറന്ന് എൻ്റെ പിതാവ് തന്നിലേക്ക് തിരിച്ചു വരാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. പക്ഷെ അവിടുത്തെ ആഹ്വാനത്തിന് നിങ്ങൾ ചെവി കൊടുക്കുന്നില്ല. തിരിച്ചു വരിക, ഓ എൻ്റെ ജനമായ ഇസ്രായേലേ. എൻ്റെ പിതാവിനും എൻ്റെ വിലയേറിയ തിരുരക്തത്തിനുമെതിരായി നിങ്ങളും ലോകം മുഴുവനും ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുക. ഞാൻ പീഡ അനുഭവിക്കുന്ന യേശുക്രിസ്തുവാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, ഞാൻ മുഴുഹൃദയത്തോടെ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ പ്രത്യാശിക്കുകയും ആത്മാർത്ഥമായി അങ്ങയിൽ ശരണപ്പെടുകയും ചെയ്യുന്നു. അങ്ങയെ മാത്രമേ ഞാൻ നിത്യമായി ആരാധിക്കൂ. ശരിയായ അനുതാപത്തോടും സ്നേഹത്തോടും കൂടെ അങ്ങയുടെ പാദങ്ങളിൽ ഞാൻ പ്രണമിക്കുന്നു. വിശ്വസിക്കാൻ തയ്യാറല്ലാത്തവർക്കും ആരാധിക്കാൻ തയ്യാറല്ലാത്തവർക്കും അങ്ങയെ ക്രൂശിച്ചവർക്കും ദിവസവും ക്രൂശിക്കുന്നവർക്കും വേണ്ടി ഞാൻ മാപ്പപേക്ഷിക്കുന്നു. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ അങ്ങയെ ആശ്വസിപ്പിക്കും. ആമേൻ. മനസ്താപപ്രകരണം. എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങയ്ക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹനായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ ഉപരിയായി മരിക്കാനും ഞാൻ സന്നദ്ധനായിരിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്തുതിഗീതം. പീഡയനുഭവിക്കുന്ന ഞങ്ങളുടെ ഈശോനാഥ, അങ്ങ് വേദനയേൽക്കുകയും ഞങ്ങളുടെ ജീവൻ്റെ വില നൽകുകയും ചെയ്തു. അങ്ങയുടെ തിരുവിഷ്ടം ഭൂമിയിൽ നിറവേറട്ടെ. കർത്താവെ, അങ്ങയുടെ കോപത്തിൻ്റെ അഗ്നിയെ തണുപ്പിക്കണമേ. ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളെല്ലാം പാപം ചെയ്തു പോയി. ഇനിമേൽ ഞങ്ങൾ പാപം ചെയ്യുകയില്ല. ദിവ്യകാരുണ്യനാഥ, അങ്ങ് ഞങ്ങളെ വിളിച്ചപ്പോൾ ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. ഓ കർത്താവെ, ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ത്രിത്വത്തോടുള്ള പ്രാർത്ഥന. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, വചനം മാംസമായ യേശുക്രിസ്തുവിനെയും രക്തത്താലും മുറിവുകളാലും നിറഞ്ഞ യേശുവിൻ്റെ ശരീരത്തെയും ഗെത്സമനിലെ അവിടുത്തെ പീഡകളെയും പീഡനങ്ങളെയും മുൾക്കിരീട ധാരണത്തെയും കുരിശുമരണത്തെയും അങ്ങയുടെ പരിശുദ്ധ സഭയുടെ സഹനങ്ങളോട് ചേർത്ത് രക്തസാക്ഷികളുടെ ചുടുനിണത്തോട് ചേർത്ത് എൻ്റെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി ഞാൻ കാഴ്ചവെക്കുന്നു. ആമേൻ. പീഡാനുഭവ പ്രാർത്ഥന. പീഡയനുഭവിക്കുന്ന യേശുനാഥ, എൻ്റെ ഹൃദയത്തെ അങ്ങയുടെ പീഡയനുഭവിക്കുന്ന ഹൃദയത്തോട് ചേർത്ത് അങ്ങയോടൊത്ത് സഹിക്കുവാനായി ഞാൻ സമർപ്പിക്കുന്നു. അങ്ങയുടെ മഹത്വപൂർണമായ സമാധാന ഭരണം വേഗത്തിലാക്കുന്നതിനായി അങ്ങയോടൊത്ത് വേദനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. തീവ്രവേദനയോടെയുള്ള രണ്ടാമത്തെ അർത്ഥന. എൻ്റെ മകനെ, എൻ്റെ അടുത്തേക്ക് വരിക. തീവ്രമായ വേദനയോടെയുള്ള എൻ്റെ അർത്ഥന കേൾക്കുക.
നിന്നോടുള്ള സ്നേഹത്തെ പ്രതി എൻ്റെ ശരീരം ജീവനുള്ള ബലിയായി ഞാൻ സമർപ്പിക്കുന്നു. സകല മനുഷ്യർക്കും വേണ്ടിയുള്ള ജീവൻ്റെ അപ്പം. എൻ്റെ രക്തം ഒരു വിലയേറിയ പാനീയമാണ്. മനുഷ്യർക്ക് സ്നേഹപൂർവ്വം നൽകപ്പെട്ട സ്വർഗീയ മാലാഖമാരുടെ പാനീയം. എൻ്റെ മകനേ, നിനക്ക് വേണ്ടി സ്നേഹത്തിൻ്റെ കൂദാശയിൽ ക്ഷമയോടെ ഞാൻ കാത്തിരിക്കുന്നു. സക്രാരിയിൽ നിനക്ക് വേണ്ടി ഞാൻ ബന്ധിതനായിരിക്കുകയാണ്. നീ എന്നെ വളരെ വിരളമായി മാത്രമാണ് സന്ദർശിക്കുന്നത്. കാരണം നിനക്ക് വേണ്ടി ബന്ധിതനായിരിക്കുന്ന എന്നെ നീ പലപ്പോഴും ഓർമ്മിക്കുന്നില്ല. എൻ്റെ മകനേ, പരിശുദ്ധ മദ്ബഹായിൽ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സാന്നിധ്യത്തെ തീഷ്ണതയില്ലാതെയും ശ്രദ്ധക്കുറവോടും അവഗണനയോടും കൂടി നിങ്ങൾ സമീപിക്കുന്നത് കാണുമ്പോൾ എനിക്കുള്ള വേദന അതികഠിനമാണ്. എൻ്റെ മകനേ, ഞാൻ ഇവിടെയുണ്ട്. ഞാൻ പൂർണ്ണതയിൽ ഇവിടെയുണ്ട്. നിന്റെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഭയപ്പെടുക. ഭയഭക്തിയോടും ബഹുമാനത്തോടും കൂടി സമീപിക്കുക. എൻ്റെ മകനേ, വിശുദ്ധ കുർബാനയിലൂടെ നിന്റെ ഹൃദയമാകുന്ന അൾത്താരയിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ എന്താണ് ഞാൻ സഹിക്കുന്നത് എന്ന് നിനക്കറിയാമോ? നിന്റെ പാപങ്ങൾ എന്നെ വരിഞ്ഞു മുറുക്കി നിഷ്കരുണം മർദ്ദിക്കുന്നു. നിന്റെ ഹൃദയത്തിൽ എന്നെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല. എന്നെ കഠിന ഹൃദയത്തോടെ മർദ്ദിച്ചതിനു ശേഷം നീ എന്നെ ദൂരേക്ക് വലിച്ചഴയ്ക്കുകയും അധാർമികത കൊണ്ട് നിന്റെ ഹൃദയത്തിൻ്റെ വാതിൽ അടച്ചു പൂട്ടുകയും ചെയ്യുന്നു. നിന്റെ പാപകരമായ ജീവിതം വഴി നീ എന്നോട് ചെയ്യുന്നതിതാണ്. വിശുദ്ധിയുള്ള അവസ്ഥയിൽ എന്നെ സ്വീകരിക്കുന്ന സകല മനുഷ്യർക്കും ഞാൻ ജീവൻ്റെ അപ്പമാണ്. ഞാൻ വരുന്നത് നിനക്ക് ജീവൻ നൽകുവാനാണ്. നിന്റെ ഹൃദയത്തിലെ അധർമ്മങ്ങളെ വിശുദ്ധീകരിക്കുക. നിന്റെ ഹൃദയത്തിൻ്റെ വാതിൽ എനിക്കായി തുറക്കുക. നിന്റെ ഹൃദയം എൻ്റെ ആശ്വാസത്തിൻ്റെ ഒരു സക്രാരിയാക്കി മാറ്റുക. മകനേ, ഒരു കുർബാന സ്വീകരണം മുതൽ അടുത്തതുവരെ ഞാൻ നിന്റെ ഹൃദയത്തിൽ ജീവിച്ചോട്ടെ. എൻ്റെ മകനേ, എന്നെ സ്വാഗതം ചെയ്യുക. എന്നെ സ്വാഗതം ചെയ്യുക. എന്നെ സ്വാഗതം ചെയ്യുന്നവരെല്ലാം എന്നിൽ വസിക്കുന്ന എൻ്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും സ്വാഗതം ചെയ്യുന്നു. എന്നെ ഉപേക്ഷിക്കുന്നവരെല്ലാം പരിശുദ്ധ ത്രിത്വത്തെയാണ് ഉപേക്ഷിക്കുന്നത്. മകനേ, മറ്റുള്ളവർ എന്നെ ഉപേക്ഷിച്ചാലും നിന്റെ ഹൃദയം എൻ്റെ ആശ്വാസത്തിൻ്റെ ഒരു സക്രാരിയാക്കി മാറ്റുക. തിരിച്ചു വരുവാൻ നിന്നെ വിളിക്കുന്ന പീഡയനുഭവിക്കുന്ന ഈശോ മിശിഹായാണ് ഞാൻ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, ഞാൻ മുഴുഹൃദയത്തോടെ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ പ്രത്യാശിക്കുകയും ആത്മാർത്ഥമായി അങ്ങയിൽ ശരണപ്പെടുകയും ചെയ്യുന്നു. അങ്ങേ മാത്രമേ ഞാൻ നിത്യമായി ആരാധിക്കൂ. ശരിയായ അനുതാപത്തോടും സ്നേഹത്തോടും കൂടി അങ്ങയുടെ പാദങ്ങളിൽ ഞാൻ പ്രണമിക്കുന്നു. വിശ്വസിക്കാത്തവർക്കും വിശ്വസിക്കാൻ തയ്യാറല്ലാത്തവർക്കും ആരാധിക്കാത്തവർക്കും ആരാധിക്കാൻ തയ്യാറല്ലാത്തവർക്കും അങ്ങയെ ക്രൂശിച്ചവർക്കും ദിവസവും ക്രൂശിക്കുന്നവർക്കും വേണ്ടി ഞാൻ മാപ്പപേക്ഷിക്കുന്നു. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ അങ്ങയെ ആശ്വസിപ്പിക്കും. ആമീൻ. മനസ്താപപ്രകടനം. എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹനായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ ഉപരിയായി മരിക്കാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റേ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ.
നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും. ആമേൻ. സ്തുതിഗീതം. ക്രിസ്തുവിൻ്റെ പീഡകളെക്കുറിച്ചുള്ള അവബോധം മനുഷ്യഹൃദയത്തെ ദൈവത്തിലേക്ക് തിരിയുവാൻ സഹായിക്കുന്നു. സകലതും പരാജയപ്പെട്ടാലും ദൈവത്തിൻ്റെ കൃപ ഒരിക്കലും പരാജയപ്പെടുന്നില്ല. ഞങ്ങൾ അങ്ങയുടേത് മാത്രമായിരിക്കട്ടെ. ലോകത്തിൻ്റെ പാപങ്ങളെക്കുറിച്ചോർത്ത് ഇപ്പോൾ എന്തനുഭവമാണ് അങ്ങേക്കുള്ളത്? അങ്ങയുടെ ഹിതത്തിനെതിരായി പ്രവർത്തിച്ചത് മൂലം അങ്ങേക്കേറ്റ വേദന ഞങ്ങളിപ്പോൾ അറിയുന്നു. കർത്താവെ, ഞങ്ങൾ അനുഭവിക്കുന്നത് പോലെ അങ്ങ് അനുഭവിക്കുന്നത് പോലെ ഞങ്ങളും അനുഭവിക്കട്ടെ. കർത്താവെ, അങ്ങ് പ്രാർത്ഥിക്കുന്നത് പോലെ ഞങ്ങളും പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, അങ്ങ് അനുഭവിക്കുന്നത് പോലെ ഞങ്ങളും അനുഭവിക്കട്ടെ. അങ്ങയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് ജീവിക്കണം. പരിശുദ്ധ ത്രിത്വത്തോടുള്ള പ്രാർത്ഥന. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, വചനം മാംസമായ യേശു ക്രിസ്തുവിനെയും രക്തത്താലും മുറിവുകളാലും നിറഞ്ഞ യേശുവിൻ്റെ ശരീരത്തെയും ഗെത്സമനിലെ അവിടുത്തെ പീഡകളെയും പീഡനങ്ങളെയും മുൾക്കിരീട ധാരണത്തെയും കുരിശുമരണത്തെയും അങ്ങയുടെ പരിശുദ്ധ സഭയുടെ സഹനങ്ങളോട് ചേർത്ത് രക്തസാക്ഷികളുടെ ചുടുനിണത്തോട് ചേർത്ത് എൻ്റെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി ഞാൻ കാഴ്ചവെക്കുന്നു. ആമീൻ. പീഡാനുഭവ പ്രാർത്ഥന. പീഡയനുഭവിക്കുന്ന ഈശോനാഥ, എൻ്റെ ഹൃദയത്തെ അങ്ങയുടെ പീഡയനുഭവിക്കുന്ന ഹൃദയത്തോട് ചേർത്ത് അങ്ങയോടൊത്ത് സഹിക്കുവാനായി ഞാൻ സമർപ്പിക്കുന്നു. അങ്ങയുടെ മഹത്വപൂർണമായ സമാധാന ഭരണം വേഗത്തിലാക്കുന്നതിനായി അങ്ങയോടൊത്ത് വേദനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആമീൻ. തീവ്രവേദനയോടെയുള്ള മൂന്നാമത്തെ അർത്ഥന. എൻ്റെ മകനേ, ഒരു മണിക്കൂർ പോലും എന്നോടൊപ്പം വന്ന് ഉണർന്നിരിക്കുവാൻ ആരും ധൈര്യപ്പെടാത്ത നിന്റെ ഹൃദയമാകുന്ന ഏകാന്തതയുടെ ഗെത്സമനിൽ ഞാൻ ഉണർന്നിരിക്കുകയാണ്. എന്നെ തനിയെ സഹിക്കുവാൻ വിട്ട് നാശം സംഭവിക്കുമെങ്കിൽ പോലും ഈ ലോകസമ്പത്ത് സ്വന്തമാക്കുവാൻ പായുവാനാണ് നിനക്കിഷ്ടം. ശത്രു വളരെ വേഗം അടുത്തു വരുന്നു. നീ ഉറങ്ങുമ്പോൾ ധാരാളം ആത്മാക്കളെ നേടുന്നതിനു വേണ്ടി അവൻ കളത്തിലിറങ്ങിക്കൊണ്ടിരിക്കുന്നു. മകനെ, ഉണർന്ന് ഒരു മണിക്കൂറെങ്കിലും എന്നോടൊപ്പമായിരിക്കുവാൻ നിനക്കാവില്ലേ? ഒരു ഏകാന്തതയുടെ ഗെത്സമനായ നിന്റെ ആത്മാവിൻ്റെ അൾത്താരയിൽ ഞാൻ നിന്റെ വരവും കാത്തിരിക്കുന്നു. ജഡിക പാപങ്ങൾ മൂലം അനേകം ആത്മാക്കളാണ് നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. മകനെ, നിന്റെ ബാഹ്യമോടിയിലൂടെ നീ എത്ര ആത്മാക്കളെയാണ് നാശത്തിലേക്ക് നിരന്തരം നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് കാണുക. നീ പരസ്യമായി നഗ്നനാക്കുന്നത് എന്നെയാണ്. മകനെ, എന്നെ ആശ്വസിപ്പിക്കുക. മകനെ, എൻ്റെ മേൽ കരുണയുണ്ടാകണം. ഒരിക്കലും പുരുഷൻ സ്ത്രീയെ അനുകരിക്കരുത്. സ്ത്രീ പുരുഷനെയും. ഞാൻ നിന്നെ സൃഷ്ടിച്ചതുപോലെ ആയിരിക്കുക. മകനെ, ഞാൻ നിന്നെ സൃഷ്ടിച്ചതുപോലെ ആയിരിക്കുക. ഞാൻ പറയുന്നു, ഈ ലോകത്തിൻ്റെ ആഡംബരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. നിന്റെ ശരീരമാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആലയം നശിപ്പിക്കുന്നതിനുള്ള ശത്രുവിൻ്റെ പദ്ധതിയാണിത്. മിതത്വമുള്ളൊരു ജീവിതം നയിക്കുക. എൻ്റെ പ്രിയ മകനെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ടും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്ക് മനസ്സിലാക്കി തരുന്നതിനുമായി നിന്നെ മുഴുവനായി എനിക്ക് സമർപ്പിക്കുവാനും എനിക്ക് മാത്രമായി നീക്കി വയ്ക്കുവാനുമായി ഞാൻ നിന്നോട് ആവശ്യപ്പെടുകയാണ്. അത് എന്നെ എപ്പോഴും മഹത്വപ്പെടുത്തട്ടെ. അത് എപ്പോഴും എന്നെ ആശ്വസിപ്പിക്കട്ടെ. ലോകത്തോട് ഞാൻ ഈ അഭ്യർത്ഥന നടത്തുന്നില്ല, മറിച്ച് ഞാൻ സ്നേഹിക്കുന്ന നിന്നോടാണിത് നടത്തുന്നത്. എനിക്കിത് സമർപ്പിക്കുക. രക്ഷയ്ക്കായി ഇത് സമർപ്പിക്കുക. നിന്നെ തിരിച്ചു വരുവാൻ വിളിക്കുന്ന പീഡയനുഭവിക്കുന്ന ഈശോ മിശിഹായാണ് ഞാൻ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, ഞാൻ മുഴു ഹൃദയത്തോടെ ഉറച്ചു വിശ്വസിക്കുന്നു.
ഞാൻ പ്രത്യാശിക്കുകയും ആത്മാർത്ഥമായി അങ്ങയിൽ ശരണപ്പെടുകയും ചെയ്യുന്നു. അങ്ങയെ മാത്രമേ ഞാൻ നിത്യമായി ആരാധിക്കൂ. ശരിയായ അനുതാപത്തോടും സ്നേഹത്തോടും കൂടി അങ്ങയുടെ പാദങ്ങളിൽ ഞാൻ പ്രണമിക്കുന്നു. വിശ്വസിക്കാത്തവർക്കും വിശ്വസിക്കാൻ തയ്യാറല്ലാത്തവർക്കും ആരാധിക്കാത്തവർക്കും ആരാധിക്കാൻ തയ്യാറല്ലാത്തവർക്കും അങ്ങയെ ക്രൂശിച്ചവർക്കും ദിവസവും ക്രൂശിക്കുന്നവർക്കും വേണ്ടി ഞാൻ മാപ്പപേക്ഷിക്കുന്നു. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ അങ്ങയെ ആശ്വസിപ്പിക്കും. ആമീൻ. മനസ്താപപ്രകരണം. എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ ഉപരിയായി മരിക്കുവാനും ഞാൻ സന്നദ്ധനായിരിക്കുന്നു. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയും ഞങ്ങളെ രക്ഷിച്ചോളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്തുതിഗീതം. ലോകത്തിൽ മനുഷ്യർ ചെയ്യുന്ന പാപങ്ങൾ കണ്ടുകൊണ്ട് കരുണ തോന്നുവാനും ക്ഷമിക്കുവാനും അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പാപങ്ങളും ലോകത്തിൻ്റെ പാപങ്ങളും ഓർത്ത് ദൈവകരുണയ്ക്കായി ഞാൻ യാചിക്കുന്നു. പാപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതിനായി മിശിഹ കുരിശിൽ തറയ്ക്കപ്പെട്ടു. നന്ദി സൂചകമായി നീ എന്ത് പരിശ്രമമാണ് നടത്തുന്നത്? നമ്മെ സ്വർഗത്തിലേക്ക് അയക്കുന്നതിനായി അവൻ കാൽവരിയിലുണ്ടായിരുന്നു. ഓ, എത്ര സ്നേഹമുള്ള പിതാവ്! എൻ്റെ കർത്താവേ, എന്തെല്ലാം കുരിശുകൾ ഞാൻ വഹിക്കുന്നത് അങ്ങ് ശരിയെന്ന് കരുതുന്നുവോ അതെല്ലാം പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ സ്വീകരിക്കുന്നു. സകല പരീക്ഷകളിലും വിജയം വരിക്കുവാനുള്ള കൃപയും ശക്തിയും അവിടുത്തെ വിലയേറിയ തിരുരക്തം എനിക്ക് നൽകട്ടെ. പരിശുദ്ധ ത്രിത്വത്തോടുള്ള പ്രാർത്ഥന. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, വചനം മാംസമായ യേശുക്രിസ്തുവിനെയും രക്തത്താലും മുറിവുകളാലും നിറഞ്ഞ യേശുവിൻ്റെ ശരീരത്തെയും ഗെത്സമനിലെ അവിടുത്തെ പീഡകളെയും പീഡനങ്ങളെയും മുൾക്കിരീടധാരണത്തെയും കുരിശുമരണത്തെയും അങ്ങയുടെ പരിശുദ്ധ സഭയുടെ സഹനങ്ങളോട് ചേർത്ത് രക്തസാക്ഷികളുടെ ചുടുനിണത്തോട് ചേർത്ത് എൻ്റെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി ഞാൻ കാഴ്ചവെക്കുന്നു. ആമേൻ. പീഡാനുഭവ പ്രാർത്ഥന. പീഡയനുഭവിക്കുന്ന യേശുനാഥ, എൻ്റെ ഹൃദയത്തെ അങ്ങയുടെ പീഡയനുഭവിക്കുന്ന ഹൃദയത്തോട് ചേർത്ത് അങ്ങയോടൊത്ത് സഹിക്കുവാനായി ഞാൻ സമർപ്പിക്കുന്നു. അങ്ങയുടെ മഹത്വപൂർണമായ സമാധാന ഭരണം വേഗത്തിലാക്കുന്നതിനായി അങ്ങയോടൊത്ത് വേദനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആമീൻ. തീവ്രവേദനയോടെയുള്ള നാലാമത്തെ അർത്ഥന. എൻ്റെ മകനെ, നിന്റെ ഗുരുവും രക്ഷകനുമായവനെ ഇങ്ങനെയാണോ നീ ഒറ്റിക്കൊടുക്കുന്നത്? ഈ ഭൂമിയിൽ തന്നെ നശിച്ചു പോകുന്ന ലൗകിക സമ്പത്തിനു വേണ്ടി മാത്രമാണ് നിന്റെ ഗുരുവിനെ ഒറ്റിക്കൊടുക്കുവാനും എന്നെ കുരിശിൽ തറയ്ക്കുവാൻ ക്രൂരന്മാരായ മനുഷ്യർക്ക് കൈമാറുവാനും നീ തയ്യാറായത്. മകനെ, നീ നിന്നെ തന്നെ യൂദാസാക്കുകയാണ്. എന്തെന്നാൽ ദൈവപുത്രനെ ഒറ്റിക്കൊടുക്കുകയും കുരിശിൽ തറയ്ക്കുന്നതിനായി പാപികളായ മനുഷ്യർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവരുടെ സ്ഥിതി എത്രയോ ഭീകരമാണ്. അവർ എങ്ങനെയാണ് കുറ്റബോധത്തോടെ നിത്യതയിലേക്ക് കടക്കുന്നതെന്നും നിത്യമായി സഹിക്കുന്നതെന്നും കാണുക. എൻ്റെ പ്രിയപ്പെട്ട പുരോഹിതന്മാരുടെ ഇടയിൽ പോലും ലൗകിക സമ്പാദ്യങ്ങൾക്ക് വേണ്ടി
അവരുടെ വേദനിക്കുന്ന ഗുരുവിനെ കൈമാറുന്ന ധാരാളം യൂദാസുമാരുണ്ട്. എൻ്റെ മകനേ, ഇതെന്നെ വളരെയധികം വേദനിപ്പിക്കുന്നു. കാരണം അവർ എൻ്റെ പിതാവിൻ്റെ ഭവനം ഒരു കച്ചവട സ്ഥലമാക്കുകയാണ്. എൻ്റെ പിതാവ് അത്യധികം ക്രുദ്ധനാണ്. എൻ്റെ വിശുദ്ധ സ്ഥലത്ത് നിന്ന് എന്നെ നീ പുറത്താക്കുന്നതെങ്ങനെയെന്ന് നോക്കിക്കാണുക. മകനേ, നീ നിന്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ ജീവിതം എനിക്ക് സമർപ്പിക്കുക. ലൗകികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഒറ്റിക്കൊടുക്കപ്പെടുന്നവനാണ് ഞാൻ. മകനേ, നീ എന്തിനു വേണ്ടി അധ്വാനിക്കുന്നുവോ അവയെല്ലാം അഗ്നിയാൽ നശിപ്പിക്കപ്പെടും. ആകയാൽ നീ നിഷ്ഫലമായി അധ്വാനിക്കുന്നതെന്തിന്? എൻ്റെ മകനേ, എന്നിലേക്ക് തിരികെ വരിക. രക്ഷിക്കാനായി വന്നവൻ്റെ മേൽ കരുണയുണ്ടാകുക. എൻ്റെ പുരോഹിതർ എന്നിലേക്ക് തിരിച്ചു വരട്ടെ. നിങ്ങളോട് തിരിച്ചു വരാൻ അഭ്യർത്ഥിക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന, പീഡയനുഭവിക്കുന്ന ഈശോനാഥനാണ് ഞാൻ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, ഞാൻ മുഴുഹൃദയത്തോടെ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ പ്രത്യാശിക്കുകയും ആത്മാർത്ഥമായി അങ്ങിൽ ശരണപ്പെടുകയും ചെയ്യുന്നു. അങ്ങേ മാത്രമേ ഞാൻ നിത്യമായി ആരാധിക്കൂ. ശരിയായ അനുതാപത്തോടും സ്നേഹത്തോടും കൂടി അങ്ങയുടെ പാദങ്ങളിൽ ഞാൻ പ്രണമിക്കുന്നു. വിശ്വസിക്കാത്തവർക്കും വിശ്വസിക്കാൻ തയ്യാറല്ലാത്തവർക്കും ആരാധിക്കാത്തവർക്കും ആരാധിക്കാൻ തയ്യാറല്ലാത്തവർക്കും അങ്ങയെ ക്രൂശിച്ചവർക്കും ദിവസവും ക്രൂശിക്കുന്നവർക്കും വേണ്ടി ഞാൻ മാപ്പപേക്ഷിക്കുന്നു. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ അങ്ങയെ ആശ്വസിപ്പിക്കും. ആമേൻ. മനസ്താപ പ്രകടനം. എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹനായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്തുതിഗീതം. ഞാൻ എൻ്റെ കർത്താവായ ദൈവത്തിനെതിരായി പാപം ചെയ്തു പോയി. ഞാൻ ഖേദിക്കുന്നു. ഞാൻ മാപ്പു ചോദിക്കുന്നു. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓ നാഥ, അങ്ങ് എന്നോട് കരുണയുള്ളവനാണ്. അങ്ങയെപ്പോലെ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് ഈ കരുണ ഞാൻ അങ്ങയോടും കാണിക്കട്ടെ. ഓ കർത്താവേ, ഞങ്ങളുടെ ആത്മാക്കളെ ശുദ്ധീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണമേ. മനുഷ്യകുലത്തെ രക്ഷിക്കുന്നതിനായി അങ്ങ് ധാരാളം രക്തം ചിന്തി. എല്ലാ ആത്മാക്കളെയും അങ്ങിലേക്ക് തിരിച്ചു വരാൻ വിളിക്കണമേ. പരിശുദ്ധ ത്രിത്വത്തോടുള്ള പ്രാർത്ഥന. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, വചനം മാംസമായ യേശുക്രിസ്തുവിനെയും രക്തത്താലും മുറിവുകളാലും നിറഞ്ഞ യേശുവിൻ്റെ ശരീരത്തെയും ഗെത്സമനിലെ അവിടുത്തെ പീഡകളെയും പീഡനങ്ങളെയും മുൾക്കിരീട ധാരണത്തെയും കുരിശുമരണത്തെയും അങ്ങയുടെ പരിശുദ്ധ സഭയുടെ സഹനങ്ങളോട് ചേർത്ത് രക്തസാക്ഷികളുടെ ചുടുനിണത്തോട് ചേർത്ത് എൻ്റെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി ഞാൻ കാഴ്ചവെക്കുന്നു. ആമേൻ. പീഡാനുഭവ പ്രാർത്ഥന. പീഡയനുഭവിക്കുന്ന യേശുനാഥ, എൻ്റെ ഹൃദയത്തെ അങ്ങയുടെ പീഡയനുഭവിക്കുന്ന ഹൃദയത്തോട് ചേർത്ത് അങ്ങയോടൊത്ത് സഹിക്കുവാനായി ഞാൻ സമർപ്പിക്കുന്നു. അങ്ങയുടെ മഹത്വപൂർണമായ സമാധാന ഭരണം വേഗത്തിലാക്കുന്നതിനായി
അങ്ങയോടൊത്ത് വേദനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. തീവ്രവേദനയോടെയുള്ള 5-ാമത്തെ അർത്ഥന. എൻ്റെ മകനെ, നിന്റെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾ മൂലമുള്ള അടിയേൽക്കുന്ന എൻ്റെ വേദന എന്നാണ് അവസാനിക്കുക? എന്തുകൊണ്ടാണ് നീ എന്നെ അടിക്കുകയും അതേസമയം എന്നെ മുൾക്കിരീടമണിയിക്കുകയും ചെയ്യുന്നത്? എന്നിട്ട് പറയുന്നു, ഞാൻ പാപം ചെയ്യട്ടെ, പിന്നീട് ഞാൻ പോയി കുമ്പസാരിക്കും. നീ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, വേദനിക്കുന്ന ഈശോനാഥനാണ് ഞാൻ. മകനെ, മലിനതയിൽ മുഴുകുന്ന ഒരു നീചനാകുവാനാണോ ഞാൻ നിനക്ക് കുമ്പസാരമെന്ന കൂദാശ നൽകിയത്? ഇത് എൻ്റെ സ്നേഹത്തിൻ്റെ കൂദാശയാണ്. നീ വീണ്ടും പോയി പാപം ചെയ്യാതിരിക്കുവാനായി നിന്റെ മലിനതയെ ശുദ്ധീകരിക്കുന്നതിനും രക്ഷിക്കുന്നതിനുമായി ഒഴുകിയ വിലയേറിയ തിരുരക്തവും ജലവുമായ ദൈവകരുണയുടെ മഹാസമുദ്രത്തെ ഇത് തുറന്നുവിടുന്നു. മകനെ, മുൾക്കിരീടം തിരികെ എടുക്കുക. എൻ്റെ മേൽ കരുണ തോന്നുക. എന്നെ വീണ്ടും അടിക്കരുത്. നിന്റെ സൃഷ്ടാവായ നിന്റെ ദൈവത്തെ സ്നേഹിക്കുക. സൃഷ്ടിയായ ഒരു ദൈവവും നിനക്കുണ്ടാവരുത്. നിന്റെ ദൈവത്തെ മാത്രം നീ ഭയപ്പെടുകയും ആരാധിക്കുകയും ചെയ്യുക. നിന്റെ ദൈവത്തിൻ്റെ നാമം വൃഥാ വിളിക്കരുത്. മകനെ, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുവാൻ ശ്രദ്ധിക്കുക. കൈക്കൂലി നിറഞ്ഞ ദുഷിച്ച ഈ ലോകത്ത് എൻ്റെ നാമം തെളിയിക്കുക. എൻ്റെ വേദനയുടെ ആഴം കുറയ്ക്കുന്നതിനായി ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക. നിന്റെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി നിന്റെ സകല നിരാശകളും പരീക്ഷണങ്ങളും പീഡനങ്ങളും സമർപ്പിക്കുക. നിന്നോട് തിരിച്ചു വരുവാൻ യാചിക്കുന്ന, പീഡയനുഭവിക്കുന്ന ഈശോനാഥനാണ് ഞാൻ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, ഞാൻ മുഴുഹൃദയത്തോടെ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ പ്രത്യാശിക്കുകയും ആത്മാർത്ഥമായി അങ്ങയിൽ ശരണപ്പെടുകയും ചെയ്യുന്നു. അങ്ങയെ മാത്രമേ ഞാൻ നിത്യമായി ആരാധിക്കൂ. ശരിയായ അനുതാപത്തോടും സ്നേഹത്തോടും കൂടി അങ്ങയുടെ പാദങ്ങളിൽ ഞാൻ പ്രണമിക്കുന്നു. വിശ്വസിക്കാത്തവർക്കും വിശ്വസിക്കാൻ തയ്യാറല്ലാത്തവർക്കും ആരാധിക്കാൻ തയ്യാറല്ലാത്തവർക്കും അങ്ങയെ ക്രൂശിച്ചവർക്കും ദിവസവും ക്രൂശിക്കുന്നവർക്കും വേണ്ടി ഞാൻ മാപ്പപേക്ഷിക്കുന്നു. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ അങ്ങയെ ആശ്വസിപ്പിക്കും. ആമേൻ. മനസ്താപപ്രകരണം. എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങയ്ക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ ഉപരിയായി മരിക്കാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്തുതിഗീതം. ഓ നാഥ, അങ്ങയുടെ നിയമങ്ങൾ അനുസരിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അവ പാലിക്കും. അങ്ങയുടെ ഹിതം അതിൽ മാംസം ധരിച്ചിരിക്കുന്നു. എനിക്ക് അങ്ങയുടെ ഹിതം നിറവേറ്റണം. ഞങ്ങൾ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ ഞങ്ങളെ തന്നെ അങ്ങേക്ക് തിരികെ നൽകട്ടെ. കാരണം അങ്ങയുടെ സ്വയം ദാനമാണ് ഞങ്ങളുടെ ജീവൻ. ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കട്ടെ. ക്രിസ്ത്യാനികളെന്ന നിലയിൽ നിങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക. നിങ്ങളുടെ ദൈവത്തോടൊപ്പമുള്ള ജീവിതത്തെ പരിശോധിക്കുവിൻ. എപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നവനെ അന്വേഷിക്കുവിൻ. അവൻ നമ്മയെല്ലാം രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ ത്രിത്വത്തോടുള്ള പ്രാർത്ഥന. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ,
വചനമാംസമായ യേശു ക്രിസ്തുവിനെയും രക്തത്താലും മുറിവുകളാലും നിറഞ്ഞ യേശുവിൻ്റെ ശരീരത്തെയും ഗെത്സമനിലെ അവിടുത്തെ പീഡകളെയും പീഡനങ്ങളെയും മുൾക്കിരീട ധാരണത്തെയും കുരിശുമരണത്തെയും അങ്ങയുടെ പരിശുദ്ധ സഭയുടെ സഹനങ്ങളോട് ചേർത്ത് രക്തസാക്ഷികളുടെ ചുടുനിണത്തോട് ചേർത്ത് എൻ്റെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി ഞാൻ കാഴ്ചവെക്കുന്നു. ആമീൻ. പീഡാനുഭവ പ്രാർത്ഥന. പീഡ അനുഭവിക്കുന്ന യേശുനാഥ, എൻ്റെ ഹൃദയത്തെ അങ്ങയുടെ പീഡ അനുഭവിക്കുന്ന ഹൃദയത്തോട് ചേർത്ത് അങ്ങയോടൊത്ത് സഹിക്കുവാനായി ഞാൻ സമർപ്പിക്കുന്നു. അങ്ങയുടെ മഹത്വപൂർണമായ സമാധാന ഭരണം വേഗത്തിലാക്കുന്നതിനായി അങ്ങയോടൊത്ത് വേദനിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആമീൻ. തീവ്രവേദനയോടുള്ള ആറാമത്തെ അർത്ഥന. എൻ്റെ മകനെ, കൂടുതൽ അടുത്തു വന്ന് തീവ്രവേദനയോടുള്ള എൻ്റെ അർത്ഥനകൾ കേൾക്കുക. എല്ലാ ദിവസവും എന്നെ ആശ്വസിപ്പിക്കുവാൻ ഞാൻ ആരെയെങ്കിലും അന്വേഷിക്കുന്നു, എന്നാൽ ആരെയും കണ്ടെത്തുന്നില്ല. പീഡ അനുഭവിക്കുന്ന എൻ്റെ മുഖത്തേക്ക് നോക്കുക. കഴിഞ്ഞ കാലഘട്ടത്തിലെ വേറോനിക്ക് എവിടെ? എൻ്റെ ചോര പുരണ്ട മുഖം തുടയ്ക്കുവാനും എന്നെ ആശ്വസിപ്പിക്കുവാനും ഉള്ളവൾ എവിടെ? അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞ ജനക്കൂട്ടത്തോട് ചേരുന്ന ഒരുവളാണോ അവൾ? ഈജിപ്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന, സ്വർഗീയ മഞ്ഞ നൽകി അവരെ തീറ്റിപ്പോറ്റിയ, ഉണങ്ങി വരണ്ട മരുഭൂമിയിൽ എൻ്റെ ചിറകിൻ കീഴിൽ അവരെ നയിച്ച അവരുടെ മിശിഹായാണ് ഞാൻ എന്ന കാര്യം അവർ വിസ്മരിച്ചിരിക്കുന്നു. നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു, എന്നെ സഹായിക്കാൻ ആരുമില്ല. മകനെ, ഇപ്രകാരമാണ് എന്നെ തനിയെ സഹിക്കുവാൻ വിട്ട് നീ നിന്റെ കുരിശിനെ ഉപേക്ഷിക്കുകയും കാൽവരിയിലേക്കുള്ള വഴിയിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്തത്. എൻ്റെ മകനെ, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വിശുദ്ധ കുരിശിൻ്റെ പാതയല്ലാതെ വാഗ്ദത്ത ദേശത്തേക്ക് നയിക്കുവാൻ സാധിക്കുന്ന മറ്റൊരു വഴിയുമില്ല. നിന്റെ കുരിശും ചുമന്നുകൊണ്ട് നിന്റെ ജീവിതത്തിലെ എല്ലാ ദിവസവും എന്നെ അനുഗമിക്കുക. എനിക്ക് ചുമക്കുവാനായി എൻ്റെ ജനം ഉപേക്ഷിച്ചിരിക്കുന്ന അവഗണിക്കപ്പെട്ട കുരിശുകളെ ചുമക്കുവാൻ എന്നെ സഹായിക്കുക. മകനെ, നിന്റെ സമർപ്പണത്തിൻ്റെ ജീവിതം ജീവിക്കുക. നിന്റെ കുരിശും ചുമന്നുകൊണ്ട് എന്നെ അനുഗമിക്കുക. തിരിച്ചു വരുവാൻ നിന്നെ വിളിക്കുന്ന പീഡ അനുഭവിക്കുന്ന ഈശോനാഥനാണ് ഞാൻ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, ഞാൻ മുഴു ഹൃദയത്തോടെ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ പ്രത്യാശിക്കുകയും ആത്മാർത്ഥമായി അങ്ങിൽ ശരണപ്പെടുകയും ചെയ്യുന്നു. അങ്ങയെ മാത്രമേ ഞാൻ നിത്യമായി ആരാധിക്കൂ. ശരിയായ അനുതാപത്തോടും സ്നേഹത്തോടും കൂടി അങ്ങയുടെ പാദങ്ങളിൽ ഞാൻ പ്രണമിക്കുന്നു. വിശ്വസിക്കാത്തവർക്കും വിശ്വസിക്കാൻ തയ്യാറല്ലാത്തവർക്കും ആരാധിക്കാത്തവർക്കും ആരാധിക്കാൻ തയ്യാറല്ലാത്തവർക്കും അങ്ങയെ ക്രൂശിച്ചവർക്കും ദിവസവും ക്രൂശിക്കുന്നവർക്കും വേണ്ടി ഞാൻ മാപ്പപേക്ഷിക്കുന്നു. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ അങ്ങയെ ആശ്വസിപ്പിക്കും. ആമേൻ. മനസ്താപപ്രകരണം. എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ ഉപരിയായി മരിക്കാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്തുതിഗീതം. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രിസ്തു കുരിശിൽ മരിച്ച വിധമോർത്തുകൊണ്ട് ഞങ്ങളുടെ ഹൃദയം ദുഃഖത്താൽ നിറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ വിലപിക്കുന്നു. പാപം ചെയ്തു പോയ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ ഇനിമേൽ പാപം ചെയ്യില്ല എന്ന് പറയുന്ന അങ്ങയുടെ ജനത്തോട് ക്ഷമിക്കണമേ. ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ജീവൻ നൽകുന്നതിനു വേണ്ടി
ശ്വസിക്കുകയും അങ്ങയുടെ അവസാന ശ്വാസം വരെ ഞങ്ങളെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനായി എടുക്കുകയും ചെയ്ത കർത്താവെ, അങ്ങയുടെ പരിശുദ്ധ ശ്വാസം ഒരിക്കലും നിഷ്ഫലമാകാതിരിക്കട്ടെ. നിത്യമരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആത്മാക്കളുടെ വില നൽകിയ പീഡ അനുഭവിക്കുന്ന ഈശോയെ, ഞങ്ങൾ അങ്ങയോട് നന്ദിയുള്ളവരാണ്. അങ്ങ് ഏറ്റെടുക്കണമേ. അങ്ങയുടെ ദാനങ്ങൾക്ക് വേണ്ട വിധം നന്ദി പ്രകാശിപ്പിക്കുവാൻ ഒരിക്കലും ഞങ്ങൾക്കാവില്ല. അങ്ങേക്കും ഭരിക്കട്ടെ. പരിശുദ്ധ ത്രിത്വത്തോടുള്ള പ്രാർത്ഥന. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, വചനമാംസമായ യേശു ക്രിസ്തുവിനെയും രക്തത്താലും മുറിവുകളാലും നിറഞ്ഞ യേശുവിൻ്റെ ശരീരത്തെയും ഗെത്സമനിലെ അവിടുത്തെ പീഡകളെയും പീഡനങ്ങളെയും മുൾക്കിരീട ധാരണത്തെയും കുരിശുമരണത്തെയും അങ്ങയുടെ പരിശുദ്ധ സഭയുടെ സഹനങ്ങളോട് ചേർത്ത് രക്തസാക്ഷികളുടെ ചുടുനിണത്തോട് ചേർത്ത് എൻ്റെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി ഞാൻ കാഴ്ചവെക്കുന്നു. ആമേൻ. പീഡാനുഭവ പ്രാർത്ഥന. പീഡ അനുഭവിക്കുന്ന യേശുനാഥ, എൻ്റെ ഹൃദയത്തെ അങ്ങയുടെ പീഡ അനുഭവിക്കുന്ന ഹൃദയത്തോട് ചേർത്ത് അങ്ങയോടൊത്ത് സഹിക്കുവാനായി ഞാൻ സമർപ്പിക്കുന്നു. അങ്ങയുടെ മഹത്വപൂർണമായ സമാധാന ഭരണം വേഗത്തിലാക്കുന്നതിനായി അങ്ങയോടൊത്ത് വേദനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. തീവ്രവേദനയോടെയുള്ള ഏഴാമത്തെ അർത്ഥന. എൻ്റെ മകനെ, നിന്റെ പാപങ്ങൾ എങ്ങനെയാണ് എന്നെ കുരിശിൽ തൂക്കിയിട്ടിരിക്കുന്നതെന്ന് കണ്ണുകൾ ഉയർത്തി നോക്കുക. നിന്നോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ രക്തം ചിന്തുന്നു. നിന്നോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ വിയർക്കുന്നു. ആവശ്യങ്ങൾ നിറഞ്ഞ ഈ ലോകത്തോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ ദാഹാർത്തനാണ്. നിങ്ങളിൽ ആരും എന്നെ ആശ്വസിപ്പിക്കുവാൻ തയ്യാറല്ല. പകരം എനിക്ക് ദാഹിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് വിനാഗിരി നൽകുന്നു. നിങ്ങളെല്ലാം അകലെ നിന്നുകൊണ്ട് എന്നെ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. എൻ്റെ മകനെ, നീ എങ്ങനെയാണ് നിന്റെ അയൽക്കാരനെതിരായി വ്യാജമായി സംസാരിക്കുന്നതെന്ന് കാണുക. എൻ്റെ പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പകരം നീ അതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പുറത്തു നിൽക്കുന്നു. നീ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പീഡ അനുഭവിക്കുന്ന ഈശോനാഥനാണ് ഞാൻ. നീ കുരിശിൽ തറച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ശരീരമാണ് സഭ. എൻ്റെ മകനെ, എൻ്റെ വിശുദ്ധ കുരിശിന് താഴെ നിന്ന് എൻ്റെ അമ്മയോടൊപ്പം ലോകം മുഴുവനെയും എനിക്ക് സമർപ്പിക്കുക. ഞാൻ അവയെ സ്വീകരിച്ച് എൻ്റെ പിതാവിന് സമർപ്പിക്കും. അവർ അവിടുത്തെ മകനും മകളും ആകുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യും. നിത്യപിതാവിൻ്റെ കോപം ശമിക്കും. എൻ്റെ തിരുമുറിവുകൾ സുഖപ്പെടും. അങ്ങനെ എൻ്റെ രാജ്യം ഭൂമിയിൽ സമാഗതമാകും. മകനെ, എനിക്ക് വേണ്ടിയും എന്നോടൊപ്പവും രക്ഷയുടെ കുരിശിൽ നിന്നെ തന്നെ ക്രൂശിതനാക്കുക. നിൻ്റെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞാൻ നിന്നിൽ നിന്ന് അതിയായി ആഗ്രഹിക്കുന്നത് ഇതാണ്. മകനെ, ഇതൊന്നും ഞാൻ ലോകത്തോട് ആവശ്യപ്പെടുന്നില്ല, മറിച്ച് നിന്നോട് ആവശ്യപ്പെടുന്നു. കാരണം ഞാൻ നിന്നെ സ്നേഹിക്കുകയും എൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. സകല മനുഷ്യരെയും നിന്നിലൂടെ നിന്നോടൊപ്പം എന്നിലേക്ക് വലിച്ചടിപ്പിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഓ പ്രിയപ്പെട്ട എൻ്റെ മകനെ, എൻ്റെ തീവ്രമായ വേദനയോടെയുള്ള അഭ്യർത്ഥന സ്വീകരിക്കുക. ദൈവത്തിന് സ്വീകാര്യമായ നിന്റെ സകല ത്യാഗങ്ങളും നിൻ്റെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞാൻ സമർപ്പിക്കും. അവസാനം ലോകം മുഴുവനും എന്നിലും എന്നോടൊപ്പവും എനിക്ക് വേണ്ടിയും ജീവിക്കും. എൻ്റെ തിരുവിലാവ് സകല മനുഷ്യർക്കുമുള്ള അഭയകേന്ദ്രമായി തുറക്കപ്പെടും. എൻ്റെ തിരുവിലാവിൽ നിന്നൊഴുകുന്ന ജീവൻ്റെ ഉറവയിൽ നിന്ന് അവർ ജീവജലം ശേഖരിക്കും. മകനെ, എൻ്റെ തിരുവിഷ്ടം ഭൂമിയിൽ നിറവേറട്ടെ. എൻ്റെ തിരുവിഷ്ടം നിന്നിൽ നിറവേറട്ടെ. എനിക്ക് വേണ്ടിയും എന്നോടൊപ്പവും സഹിക്കുക. എനിക്ക് വേണ്ടി മരിക്കുകയും എന്നിൽ ജീവിക്കുകയും ചെയ്യുക. ഞാൻ പീഡ അനുഭവിക്കുന്ന ഈശോയാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിങ്ങളെയെല്ലാം ഞാൻ ആശീർവദിക്കുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, ഞാൻ മുഴു ഹൃദയത്തോടെ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ പ്രത്യാശിക്കുകയും ആത്മാർത്ഥമായി അങ്ങിൽ ശരണപ്പെടുകയും ചെയ്യുന്നു. അങ്ങേ മാത്രമേ ഞാൻ നിത്യമായി ആരാധിക്കൂ. ശരിയായ അനുതാപത്തോടും സ്നേഹത്തോടും കൂടി അങ്ങയുടെ പാദങ്ങളിൽ ഞാൻ പ്രണമിക്കുന്നു. വിശ്വസിക്കാത്തവർക്കും വിശ്വസിക്കാൻ തയ്യാറല്ലാത്തവർക്കും ആരാധിക്കാത്തവർക്കും ആരാധിക്കാൻ തയ്യാറല്ലാത്തവർക്കും അങ്ങയെ ക്രൂശിച്ചവർക്കും ദിവസവും ക്രൂശിക്കുന്നവർക്കും വേണ്ടി ഞാൻ മാപ്പപേക്ഷിക്കുന്നു. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ അങ്ങയെ ആശ്വസിപ്പിക്കും. ആമേൻ. മനസ്താപപ്രകരണം. എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിലുപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു.
അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ ഉപരിയായി മരിക്കാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും. ആമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും. ആമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും. ആമീൻ. സ്തുതിഗീതം. ഓ കർത്താവേ, ഞങ്ങൾ ചെയ്തു പോയതിനേക്കാൾ കുറവ് അങ്ങയോട് ഞങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ആയിരിക്കുന്നതിനേക്കാൾ സന്തോഷവാന്മാരാകുമായിരുന്നു ഞങ്ങൾ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സഹിച്ചതൊക്കെയും മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു. ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവായ ഈശോയെ, അങ്ങയുടെ പീഡ അനുഭവിക്കുന്ന ഹൃദയത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് യഥാർത്ഥ സ്നേഹത്തിൻ്റെയും ശുദ്ധ ഹൃദയത്തിൻ്റെയും ഉറവിടമായിരിക്കട്ടെ. അങ്ങയുടെ കൽപ്പനകളാണ് ഞങ്ങളുടെ പാദങ്ങൾക്ക് പ്രകാശം നൽകുന്നത്. അങ്ങ് അനുവദിക്കുന്നത് മാത്രം ഞങ്ങൾ നിറവേറ്റട്ടെ. പരിശുദ്ധ ത്രിത്വത്തോടുള്ള പ്രാർത്ഥന. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, വചനമാംസമായ യേശു ക്രിസ്തുവിനെയും രക്തത്താലും മുറിവുകളാലും നിറഞ്ഞ യേശുവിൻ്റെ ശരീരത്തെയും ഗെത്സമനിൽ അവിടുത്തെ പീഡകളെയും പീഡനങ്ങളെയും മുൾക്കിരീടധാരണത്തെയും കുരിശുമരണത്തെയും അങ്ങയുടെ പരിശുദ്ധ സഭയുടെ സഹനങ്ങളോട് ചേർത്ത് രക്തസാക്ഷികളുടെ ചുടുനിണത്തോട് ചേർത്ത് എൻ്റെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി ഞാൻ കാഴ്ചവെക്കുന്നു. ആമേൻ. പീഡാനുഭവ പ്രാർത്ഥന. പീഡ അനുഭവിക്കുന്ന ഈശ്വനാഥ, എൻ്റെ ഹൃദയത്തെ അങ്ങയുടെ പീഡ അനുഭവിക്കുന്ന ഹൃദയത്തോട് ചേർത്ത് അങ്ങയോടൊത്ത് സഹിക്കുവാനായി ഞാൻ സമർപ്പിക്കുന്നു. അങ്ങയുടെ മഹത്വപൂർണമായ സമാധാന ഭരണം വേഗത്തിലാക്കുന്നതിനായി അങ്ങയോടൊത്ത് വേദനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.